Praise be to the Lord once again, and good morning to everyone. എല്ലാവർക്കും സുപ്രഭാതം നേരുന്നു. ഒപ്പം ആശംസകളും അറിയിക്കുകയാണ്. Once again, I want to say that it's a joy to be here this morning to worship with you and also share from the Word. ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും കർത്താവിനെ ആരാധിക്കുവാനും ദൈവവചനത്തിന്റെ ശുശ്രൂഷയിൽ ഭാഗമാകുവാനും ലഭ്യമായ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. So the theme of these sessions is living in light of the Lord's imminent return. കർത്താവിന്റെ ആസന്നമായ പുനരാഗമനത്തിന്റെ പശ്ചാത്തലത്തിൽ ആ വെളിച്ചത്തിൽ പാർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ പഠന പരമ്പരയുടെ ചിന്താവിഷയം എന്നുള്ളത് നമുക്കറിയാം. So we've been looking at the book of 1 Thessalonians and drawing some practical things about our lives as to how we need to live in light of the Lord's imminent return. തെസ്സലോനിക്കർക്ക് എഴുതിയ ആദ്യ ലേഖനത്തിന്റെ അധ്യായങ്ങളിൽ നിന്നും വാക്യങ്ങളിൽ നിന്നും ഈ വിഷയം നാം അപഗ്രഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അതങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നാം ചിന്തിക്കുകയാണ്. In that regard, yesterday we looked at a genuine church in light of the Lord's imminent return. ആ ചിന്തകളുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ നാം ചിന്തിച്ചത് ഒരു യഥാർത്ഥമായ സഭ ക്രിസ്തുവിന്റെ ആസന്നമായ പുനരാഗമനത്തിന്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ പാർക്കണം എന്നുള്ളതാണ്. We looked at the marks or the characteristics of a genuine church that is waiting for the Lord's return. കർത്താവിന്റെ പുനരാഗമനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സഭയുടെ സവിശേഷത എന്തൊക്കെയാണ് എന്നുള്ളത് നാം ചിന്തിക്കുകയുണ്ടായി. And this morning we will look at how to serve in light of the Lord's imminent return. ഇന്ന് രാവിലെ നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് കർത്താവിനെ എങ്ങനെ നമുക്ക് സേവിക്കുവാൻ കഴിയും ഈ പുനരാഗമനത്തിന്റെ വെളിച്ചത്തിൽ നാം ചിന്തിക്കുമ്പോൾ എന്നുള്ളതാണ്. So yesterday it was about the corporate body together. ഇന്നലെ നാം ചിന്തിച്ചത് വിശ്വാസികളുടെ സമൂഹം എന്നുള്ള നിലയിൽ നാം എങ്ങനെയായിരിക്കണം എന്നുള്ളതായിരുന്നു. Today it is about our own lives, individual lives, as we serve in light of the Lord's imminent return. ഇന്ന് നാം ചിന്തിക്കുന്നത് കർത്താവിന്റെ പുനരാഗമനത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യക്തിപരമായി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. And for that we look at 1 Thessalonians chapter 2 verses 1 through 8. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 8 വാക്യങ്ങളാണ് നാം ആധാരമായി എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. You can please have your Bibles open to that. ആ വേദഭാഗത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. And we will go verse by verse. വാക്യപ്രതി വാക്യമായിട്ട് നമ്മൾ ചിന്ത മുൻപോട്ട് പോകാൻ ഇടയാകട്ടെ. And understand some of the applications that Paul has for us this morning as we serve in the light of the Lord's return. ഇന്ന് രാവിലെ ആ വേദഭാഗത്തൊന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ട നമ്മുടെ ശുശ്രൂഷ മുഖത്ത് അനുവർത്തിക്കേണ്ട ചില പാഠങ്ങൾ പഠിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. Let me begin with an illustration here. ഒരു ഉദാഹരണ സഹിതം ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. The Great Wall of China that most of us would know about is a gigantic structure. ചൈനയിലെ വൻമതിൽ എന്ന് പറയുന്നത് വളരെ ഭീമാകാരമായ ഒരു മനുഷ്യ നിർമ്മിതിയാണ്. It cost an immense amount of money and also labor. അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി വളരെയധികം പണം വ്യയം ചെയ്യേണ്ടി വന്നു, അനേക അധ്വാനം അതിനു വേണ്ടി വന്നു. When they finished building it, it appeared indestructible to man. അത് പണി പൂർത്തിയാക്കിയപ്പോൾ അവർ പറഞ്ഞത് മനുഷ്യനാൽ ഇത് നശിപ്പിക്കുവാൻ സാധിക്കുകയില്ല എന്നായിരുന്നു. But the enemy breached it. എന്നാൽ ശത്രു അതിനെ മറികടന്ന് മുൻപോട്ട് പോയി. Not because the enemy was able to break it down or make a hole in it. ശത്രുവിന് അത് തകർക്കുവാൻ കഴിഞ്ഞു, അവിടെ ദ്വാരം ഉണ്ടാക്കാൻ കഴിഞ്ഞു, സുഷിരം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, You know how they were able to breach it? എങ്ങനെയാണ് അത് തകർക്കാൻ കഴിഞ്ഞതെന്ന് അറിയാമോ? By bribing the gatekeepers. അതിന്റെ കാവൽക്കാരന് കൈക്കൂലി കൊടുത്തിട്ടാണ് അവരുള്ളിലേക്ക് കയറിയത്. They bribed the gatekeepers and they breached the Great Wall of China. കാവൽക്കാരൻ കൈക്കൂലി കൊടുത്തിട്ട് ഉള്ളിൽ കയറുകയും അങ്ങനെ ആ മഹാ വൻ മതിൽ തകർക്കുകയും ചെയ്തു. Now hear me please. ഇവിടെ എന്റെ വാക്കുകൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. The desperate need today in our assemblies is not for a greater number of intelligent people. ഇന്ന് നമ്മുടെ സഭയിൽ അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ബൗദ്ധികമായി ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു വലിയ സമൂഹം ഉണ്ടായിരിക്കുക എന്നുള്ളതല്ല. Nor is it for gifted people. Nor is it for താലന്തുകളുള്ള അനേക വ്യക്തികൾ ഉണ്ടായിരിക്കുക എന്നുള്ളതല്ല. But for faithful people. വിശ്വസ്തരായ ജനം ഉണ്ടാവുക എന്നുള്ളതാണ്. For people of integrity. സത്യസന്ധതയോടെ പെരുമാറുന്ന ആളുകൾ ഉണ്ടായിരിക്കുക. And that is the greatest need of our assemblies today. ഇന്ന് നമ്മുടെ സഭകളിൽ അത്യന്താപേക്ഷിതമായിട്ട് ഉണ്ടായിരിക്കേണ്ട കാര്യം അത് തന്നെയാണ്. When you come to the first century, 1-ാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കുമ്പോൾ it was full of phony spiritual leaders, fake spiritual leaders. കപട ഭാവത്തിലുള്ള അനേക ആത്മീയ നേതൃത്വത്തെ നമുക്ക് കാണാൻ കഴിയും. In the church at Thessalonica, തെസ്സലോനിക്കയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, we saw yesterday that some people were spreading rumors about Paul. പൗലോസിനെ കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ പരത്തുന്ന ചില വ്യക്തികളെ കുറിച്ച് നാം കേൾക്കുകയുണ്ടായി. They said Paul was a deceptive man. പൗലോസ് ഒരു കപടവാദിയാണ് എന്ന് കരുതുന്ന ചിലരുണ്ടായിരുന്നു. He had ulterior motives in sharing the gospel with the church of Thessalonica. പങ്കുവെച്ചതിൽ തനിക്ക് ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. And they also said he was in ministry was for his own personal gain and power. വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി, വ്യക്തിപരമായ ശക്തി സംഭരണത്തിന് വേണ്ടിയാണ് സുവിശേഷം പങ്കുവെക്കുന്നത്
എന്ന് അവൻ പറയുകയുണ്ടായി. Paul is responding to that in chapter 2 verses 1 through 8. 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ അതിനോടുള്ള പ്രതികരണമാണ് പൗലോസ് നടത്തുന്നത്. And as he responds to these accusations, ഈ ആരോപണങ്ങൾക്ക് താൻ മറുപടി പറയുമ്പോൾ they give us some valuable insights about how we need to serve the Lord to build up our assemblies. നമ്മുടെ സഭകളെ നിർമ്മിക്കുവാൻ, അതിനെ പടുത്തുയർത്തുവാൻ വേണ്ടി നാം എങ്ങനെയാണ് അധ്വാനിക്കേണ്ടത് എന്നുള്ള ചില പാഠങ്ങൾ ഇവിടെ പൗലോസ് സൂചിപ്പിക്കുന്നു. In other words, in this morning's passage, മറ്റൊരു പറഞ്ഞാൽ ഇന്നത്തെ ഈ പ്രഭാത ധ്യാനത്തിന് വേണ്ടി നാം തിരഞ്ഞെടുക്കുന്ന ഈ വേദഭാഗം നാം ചിന്തിക്കുമ്പോൾ Paul is giving each one of us a vision for ministry. നാം ഓരോരുത്തരും ചെയ്യേണ്ട ശുശ്രൂഷയെക്കുറിച്ച് പൗലോസ് ഒരു കാഴ്ചപ്പാട് നമുക്ക് നൽകുകയാണ്. He is giving us a vision for ministry. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു ദർശനം താൻ നൽകുകയാണ്. Just one comment before we get into the passage here. ഈ വേദഭാഗത്തെ കടക്കുന്നതിന് മുമ്പ് ഒരു കമന്റ് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. Yesterday I said that the Thessalonian epistles, both of them, have much to say about eschatology. ഈ തെസ്സലോനിക്ക ലേഖനം, 1-ാം ലേഖനം 2-ാം ലേഖനം രണ്ട് ഭാവികാല ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെടുന്നതാണ് എന്ന് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു. And several passages in these letters talk about various aspects of the rapture of the church and about the tribulation and the second coming. സഭയുടെ ഉൽപ്രാപണം, അതുപോലെ മഹാപീഡനം, അതുപോലെ കർത്താവിന്റെ പുനരാഗമനം, ഈ വിഷയങ്ങളൊക്കെ പരാമർശിക്കുന്ന പല വേദഭാഗങ്ങളിൽ അധ്യായങ്ങളുണ്ട് എന്ന് ഞാൻ പറയുകയുണ്ടായി. And so yesterday I summed up in the words of one commentator who said this book can be summed up as the rapture of the church. ഒരു വ്യാഖ്യാതാവ് ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ. ഈ പുസ്തകം പൂർണ്ണമായിട്ടും കർത്താവിന്റെ സഭയുടെ ഉൽപ്രാപണം എന്നുള്ള വിഷയത്തിൽ സംഗ്രഹിക്കാം എന്ന് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയുണ്ടായി. So Paul is saying the Lord is near. കർത്താവ് വളരെ നമ്മുടെ സമീപത്തുണ്ട് എന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. His return is imminent. തന്റെ പുനരാഗമനം വളരെ ആസന്നമാണ് എന്ന് ഓർപ്പിക്കുകയാണ്. And so the entire book must be understood in light of the Lord's imminent return. ആ കർത്താവിന്റെ ആസന്നമായ പുനരാഗമനത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം ഈ അധ്യായങ്ങൾ നാം പഠിക്കുവാൻ. Which makes us raise some important questions. വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെടാം. How should I serve in light of his imminent return? കർത്താവിന്റെ ആസന്നമായ വരവ് അത് സമീപമായിരിക്കെ ഞാൻ എങ്ങനെയാണ് എന്റെ ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത്? How should I serve the Lord and his people in the assembly in light of the Lord's imminent return? കർത്താവിന്റെ ആസന്നമായ വരവിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ സഭയെയും ഈ സഭയിലെ അംഗങ്ങളെയും എങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടത്? What are some of the things that I need to do to leave a lasting impact in this generation as a servant of the Lord? നിലനിൽക്കുന്ന ചില ഫലങ്ങൾ ഈ സമൂഹത്തിൽ കാണുവാൻ, തലമുറയിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം എനിക്ക് എങ്ങനെ ഈ ജനത്തെ സേവിക്കാൻ കഴിയും? Or in other words, മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, how do I need to serve so that people would understand that I'm serving in light of his imminent return? കർത്താവിന്റെ പുനരാഗമനത്തിന്റെ ആ വെളിച്ചത്തിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് എന്നുള്ളത് എങ്ങനെ ജനത്തിന് ബോധ്യമാകും? Now you may be asking this question, Brother Rayvant, I'm not a ministry leader. രേവന്ത്, ഞാനൊരു ശുശ്രൂഷ പ്രവർത്തകനൊന്നും അല്ലല്ലോ എന്ന് ഒരു പക്ഷേ നിങ്ങൾ ചോദിച്ചു എന്ന് തോന്നേക്കാം. How does this apply to me? പിന്നെ എനിക്ക് എങ്ങനെ ബാധകമാകുന്നതെന്ന് ചോദിക്കാം. But I want to remind all of us this morning എന്നാൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, that every believer is called to serve the Lord in some way or the other. എല്ലാ വിശ്വാസികളും ഏതെങ്കിലും ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ കർത്താവിനെ സേവിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. We're all called to build up the body of Christ together. നാം എല്ലാവരും കൂടി ഒരുമിച്ച് കർത്താവിന്റെ ശരീരം നിർമ്മിക്കുക, അത് പുനഃസൃഷ്ടിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. So we all have been given some ministry, some service or the other by the Lord. കർത്താവിനാൽ നാം എല്ലാവർക്കും ഏതെങ്കിലും ഒരു ശുശ്രൂഷ നൽകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. So today's passage will reveal to us three things that a genuine servant of the Lord needs to have. അതുകൊണ്ട് ഇന്നത്തെ നാം ചിന്തിക്കുന്ന ഈ വേദഭാഗം ഒരു യഥാർത്ഥമായ ദൈവദാസൻ ഉണ്ടായിരിക്കേണ്ട ഏതാനും ചില ഗുണങ്ങൾ, പ്രത്യേകിച്ച് 3 ഗുണങ്ങളാണ് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. Especially in light of the Lord's imminent return. മുഖ്യമായും കർത്താവിന്റെ വരവ് സമീപമാണ് എന്നുള്ള ബോധ്യത്തിൽ നാം ജീവിക്കുമ്പോൾ. So 3 characteristics that a genuine servant of the Lord needs to have, that is all of us need to have in light of the Lord's imminent return. നമുക്ക് ഏവർക്കും കർത്താവിനെ സേവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ഉണ്ടായിരിക്കേണ്ട 3 ഗുണങ്ങൾ, കർത്താവിന്റെ വരവിന്റെ പശ്ചാത്തലത്തിൽ പാർക്കുന്ന നമുക്ക് ഏവർക്കും ഉണ്ടായിരിക്കേണ്ട 3 ഗുണങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നത്. And Paul is elaborating on these 3 qualities or 3 characteristics as he defends his own ministry in the first 8 verses of ആദ്യത്തെ chapter 8 വാക്യങ്ങളിൽ പ്രതിരോധം ഉന്നയിക്കുമ്പോൾ പൗലോസ് പറയുന്നത് അതുതന്നെയാണ്. ഈ 3 സ്വഭാവ സവിശേഷതകളാണ് താൻ ചൂണ്ടിക്കാണിക്കുന്നത്. So the first thing is, ഒന്നാമത്തെ കാര്യം, that a genuine servant of the Lord has immense confidence in God's power. കർത്താവിന്റെ ശക്തിയിൽ ഒരു യഥാർത്ഥമായ ദൈവദാസന് അപാരമായ ആത്മബോധം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്, ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. A genuine servant of the Lord has immense confidence in God's power.
അപാരമായ അസാധാരണമായ ആത്മവിശ്വാസം ദൈവിക ശക്തിയിന്മേൽ ഉണ്ടായിരിക്കണം ഒരു ദൈവദാസന്. A true servant of the Lord യഥാർത്ഥമായ ഒരു ദൈവദാസന് draws his strength from his understanding that God is able to help me in my service, in my ministry. എന്റെ ശുശ്രൂഷയിൽ എന്നെ സഹായിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്നുള്ള ബോധ്യത്തിലാണ് അവൻ പ്രവർത്തിക്കേണ്ടത്. That's what we see in the life of the Apostle Paul. അപ്പോസ്തലനായ പൗലോസിന്റെ ചരിത്രത്തിൽ നാം അതാണ് കാണുന്നത്. Paul ministered in a tough setting with confidence in God's power. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് ഉത്തമമായ ബോധ്യത്തിലാണ് പൗലോസ് ദൈവത്തെ സേവിക്കുന്ന കർത്താവിനെ സേവിക്കുന്നത്. And he narrates two small incidents about it, and I want to look at them one by one here for us. രണ്ട് സംഭവങ്ങൾ താനോട് സൂചിപ്പിക്കുന്നുള്ളത് ഒന്നിനു പുറകെ ഒന്നായിട്ട് നമുക്ക് എടുക്കാം. The first thing, ഒന്നാമത്തെ കാര്യം, Paul suffered much before he came to Thessalonica. തെസ്സലോനിക്കയിലേക്ക് വരുന്നതിന് മുമ്പ് പൗലോസിന് വളരെ പീഡയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. Look at verse 1 and the first part of verse 2. ഒന്നാം വാക്യം അതിന്റെ രണ്ടാം വാക്യത്തിന്റെ ആദ്യ ഭാഗവും. For you yourselves know, brothers, that our coming to you was not in vain. But though we had already suffered and been shamefully treated at Philippi, as you know. രണ്ടാം അധ്യായത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്ന് വ്യർത്ഥമായില്ല, നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും. Now Paul is beginning by calling the Thessalonians themselves to witness about what he's talking. താൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സാക്ഷ്യമുള്ളവരായിരിക്കണം, നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാകണം എന്ന് തെസ്സലോനിക്ക വിശ്വാസികളോട് പൗലോസ് പറയുകയാണ്. That's why twice over he says, for you yourselves know. അതുകൊണ്ടാണ് നിങ്ങൾ തന്നെ ആ കാര്യം അറിയുന്നു എന്ന് പൗലോസ് തന്നെ പറയുന്നത്. They know what happened. എന്താണ് സംഭവിച്ചെന്നുള്ള അവർക്കറിയാം. They know what he's talking about. എന്തിനെ കുറിച്ചാണ് താൻ പറയുന്നതെന്നുള്ള അവർക്കറിയാം. And then he says അതിനുശേഷം താൻ പറയുകയാണ് that his visit to Thessalonica was not a failure. തെസ്സലോനിക്കയിലുള്ള തന്റെ സന്ദർശനം വ്യർത്ഥമായില്ല, വൃഥാവായില്ല എന്ന് താൻ പറയുന്നു. Notice verse 1 once again. ഒന്നാം വാക്യം വീണ്ടും ശ്രദ്ധിക്കുക. Our coming to you was not in vain. ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്നത് വ്യർത്ഥമായില്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. Why was it not in vain? എന്തുകൊണ്ടാണ് അത് വൃഥാവായി തീരാതിരുന്നത്? Because his preaching had immediate impressive results. കാരണം തന്റെ പ്രഭാഷണത്തിന് വളരെ പെട്ടെന്ന് തന്നെയുള്ള പ്രതിഫലം മറുപടി ഉണ്ടായി. And we saw yesterday in chapter 1 ഇന്നലെ നാം ഒന്നാം അധ്യായത്തിൽ നിന്ന് ചിന്തിച്ചത് that it brought about a permanent and a lasting change in the lives of believers. ആ വിശ്വാസികളുടെ ജീവിതത്തിൽ വളരെ സമൂലമായ ഒരു പരിവർത്തനം അതുമൂലം ഉണ്ടായി എന്നുള്ളതാണ്. In other words, Paul is saying, when I came to Thessalonica, ഞാൻ തെസ്സലോനിക്കയിലേക്ക് വന്നപ്പോൾ I did not come without a vision. ഒരു ദർശനമില്ലാതെ അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാണ് പൗലോസ് പറയുന്നത്. I did not come to spend my time in aimless pursuits. ആ അർത്ഥമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. I came with a definite aim. വളരെ വ്യക്തമായ ഒരു ലക്ഷ്യത്തോടെയാണ്, ലക്ഷ്യബോധത്തോടെയാണ് ഞാൻ And by God's grace, I secured what I aimed at. ആ കാര്യങ്ങൾ എനിക്ക് സാധ്യതമാക്കുവാൻ സാധിച്ചു എന്ന് പൗലോസ് പറയുകയാണ്. So Paul is reminding them, you yourselves know, Thessalonians, my coming to you was not in vain. തെസ്സലോനിക്കരെ, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ ഇവിടെ വന്നത് വൃഥാവായി തീർന്നില്ല, വ്യർത്ഥമായി തീർന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ എന്ന് പൗലോസ് പറയുകയാണ്. But notice what he says next. പിന്നീട് അതിനോട് ചേർത്ത് താൻ പറയുന്നത് എന്താണ്? But though we had already suffered and been shamefully treated at Philippi, as you know. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ട്. So just before Paul and his companions came to Thessalonica, തെസ്സലോനിക്കയിലേക്ക് വരുന്നതിന് മുമ്പ് പൗലോസും തന്റെ സഹപ്രവർത്തകരും they had to suffer mental distress, അവർക്ക് മാനസികമായ പ്രതിബന്ധങ്ങൾ നേരിട്ടു, and also physical suffering. ശാരീരികമായ പീഡയും നേരിട്ടു. Why? എന്തുകൊണ്ട്? Because we know the story in the book of Acts. അപ്പോസ്തലപ്രവൃത്തികളിൽ ആ സംഭവത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. That at Philippi the preachers had undergone painful punishments. ഫിലിപ്പിയിൽ ആ പ്രസംഗകർക്ക് വളരെ ശാരീരികമായ പീഡകൾ നേരിടേണ്ടി വന്നു. And they were mistreated in two different ways. രണ്ട് വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് പ്രതിസന്ധികൾ നേരിട്ടു. And Paul here uses two words. Number one is suffered, number two is shamefully treated. ഇവിടെ രണ്ട് പദങ്ങളാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്, കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ട്. So the word suffered has to do primarily with the physical abuse that he suffered. കഷ്ടം എന്ന് പറയുമ്പോൾ തനിക്ക് നേരിട്ട ശാരീരികമായ പ്രതിബന്ധങ്ങളാണ് അർത്ഥമാക്കുന്നത്. The word shamefully treated has more to do with the legal abuse there. അപമാനം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് തനിക്ക് നേരിട്ട നിയമപരമായ പ്രശ്നങ്ങളാണ്. So we see in the book of Acts in chapter 16 അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം നാം നോക്കുമ്പോൾ that they were publicly humiliated, number one, പരസ്യമായിട്ട് അവർ വിനീത വിധേയരായി തീരേണ്ടി വന്നു. and they were physically abused as well. അതുപോലെ ശാരീരികമായും അവർ പീഡകൾ നേരിടേണ്ടി വന്നു. Why? എന്തുകൊണ്ട്? For sincerely preaching God's word. ദൈവവചനം ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രസംഗിച്ചതിന്റെ പരിണത ഫലമായിരുന്നു. For sincerely preaching the gospel. ദൈവവചനം ആത്മാർത്ഥമായി പ്രസംഗിച്ചു എന്നുള്ളതാണ് ഇതിന്റെ കാരണം. So that's the first incident that Paul reminds the Thessalonians. തെസ്സലോനിക്കരെ താൻ ഓർപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം അതാണ്. Paul suffered much before he came to Thessalonica. തെസ്സലോനിക്കയിൽ വരുന്നതിന് മുമ്പ് അനേക കഷ്ടതകൾ താൻ നേരിടേണ്ടി വന്നു. Secondly, രണ്ടാമത്, Paul wasn't discouraged by persecution.
ഈ പീഡകൾ he was not discouraged. He was not discouraged. ഈ പീഡകൾ നേരിട്ടപ്പോൾ താൻ ഒരിക്കലും നിരാശാഭരിതനായി തീർന്നില്ല. Look at the second part of verse 2. രണ്ടാം വാക്യത്തിന്റെ അവസാന ഭാഗം, We had boldness in our God to declare to you the gospel of God in the midst of much conflict. വലിയ പോരാട്ടത്തോടെ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരുന്നു. Yes, Paul has been shamefully treated. വളരെ അപമാനകരമായ അനുഭവത്തിൽ കൂടെ താൻ കടന്നു പോകേണ്ടി വന്നു. Yes, he was physically abused. ശാരീരികമായ പീഡകൾ സഹിക്കേണ്ടി വന്നു. But Paul is saying, despite these troubles, he and his friends preached boldly when they came to Thessalonica. എന്നാൽ ഇതിന്റെ മധ്യത്തിലും തെസ്സലോനിക്കയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ധൈര്യം സംഭരിച്ച് സുവിശേഷം പറഞ്ഞു എന്നാണ് തെസ്സലോനിക്കരോട് താൻ പറയുന്നത്. On the one hand, it means that we proclaimed without fear. ഒരു നിലയിൽ പറഞ്ഞാൽ ഞങ്ങൾ യാതൊരു ഭയവും കൂടാതെ വചനം പ്രസംഗിച്ചു എന്നുള്ളതാണ്. On the other hand, it meant that they had complete confidence in God's power. അതേസമയം തന്നെ താൻ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾക്ക് ദൈവം ഞങ്ങളെ സഹായിക്കും, ദൈവം ശക്തനാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. This was done in boldness before God. ദൈവസന്നിധിയിൽ വളരെ ധൈര്യത്തോടെ ആ കാര്യം ചെയ്തു എന്നുള്ളതാണ്. In fact, better, this was done in boldness in God. ദൈവത്താൽ ധൈര്യപ്പെട്ടിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. So Paul is not speaking merely of natural courage here. സ്വാഭാവികമായി തനിക്കുള്ള ധൈര്യത്തെക്കുറിച്ച് മാത്രമല്ല താൻ അവിടെ But he അർത്ഥമാക്കുന്നത്. is talking about a supernatural endowment which God equips the people with as they put their trust in him in ministry. ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾ അവർ ദൈവത്തിൽ അവരുടെ ചുമതല ഏൽപ്പിച്ചാൽ, അവരുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ ദൈവം അവരെ സഹായിക്കും എന്നുള്ള അസാധാരണമായ ഒരു ധൈര്യം അവർക്ക് ലഭ്യമാകും എന്നുള്ള ബോധ്യം തനിക്ക് ഇവിടെ ഉണ്ട്. He is talking about a supernatural endowment from God. ദൈവത്തിൽ നിന്നുള്ള അസാധാരണമായ ഒരു അലൗകികമായ ഒരു അഭിഷേകം അവർക്ക് ലഭ്യമാവുകയാണ്. So in Thessalonica, as in Philippi, തെസ്സലോനിക്കയിലും ഫിലിപ്പിയിലും ഒരുപോലെ there was strong opposition. വളരെ ശക്തമായ പ്രതികൂലം അവർക്കുണ്ടായിരുന്നു. Yet with confidence in God and in his power, എന്നാൽ ദൈവത്തിലുള്ള ആ ധൈര്യം മൂലം, ആത്മധൈര്യം മൂലം, ദൈവത്തിന്റെ ശക്തിയിലുള്ള ധൈര്യം മൂലം, and a courage that can only come from it, അതിൽ നിന്ന് മാത്രം കടന്നു വരുന്ന ഒരു ധൈര്യം കാരണമാക്കി they proclaimed the word of God അവർ powerfully. ദൈവവചനം പ്രസംഗിച്ചു, ധൈര്യത്തോടെ പ്രസംഗിച്ചു. So Paul wasn't discouraged by persecution. എന്നാൽ നമുക്കിവിടെ അർത്ഥമാക്കാൻ കഴിയുന്ന ബോധ്യമാകുന്ന ഒരു കാര്യം, ഈ പ്രതികൂലങ്ങൾ ഉണ്ടായപ്പോൾ അതിൽ പൗലോസ് തളർന്നു പോകുന്നില്ല എന്നുള്ളതാണ്. Now hear me please. ഈ കാര്യം നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. In application, ഇതിന്റെ പ്രായോഗികമായിട്ടുള്ള പാഠം എന്താണ്? you and I must always serve the Lord with confidence in God's power. ദൈവത്തിന്റെ ശക്തിയിലുള്ള അമിതമായ ബോധ്യത്തോടെ നാം ദൈവവേലയിൽ ഏർപ്പെടണം. No, brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, when we continue to serve the Lord faithfully in spite of the difficult circumstances around us, നമ്മുടെ ചുറ്റുപാടുള്ള വൈഷമ്യകരമായ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നാം ദൈവത്തെ സേവിക്കുമ്പോൾ people will be always challenged to look to the Lord, ആളുകൾ ദൈവത്തിങ്കിലേക്ക് അവരുടെ കണ്ണുകൾ പായിക്കുവാൻ തുനിയും. because they realize അവർക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം, that this ministry can only be done with confidence in God's power. ദൈവത്തിന്റെ ശക്തിയിലുള്ള അമിതമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ശുശ്രൂഷയിൽ ഏർപ്പെടാൻ കഴിയുകയുള്ളൂ. And this kind of faithfulness can only come when we place our trust completely and have confidence in God's power. പൂർണ്ണമായും ദൈവത്തിൽ ശരണപ്പെട്ട് അവന്റെ ശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. And I want to say this honestly here. വളരെ സത്യസന്ധതയോടെ ഈ കാര്യം പറയാൻ ഞാൻ In താല്പര്യപ്പെടുന്നു. ministry, there is pressure to compromise. പലപ്പോഴും ഒത്തുതീർപ്പുകൾക്ക് നാം വിധേയപ്പെടാൻ സാധ്യതയുണ്ട്. But if you have boldness before God എന്നാൽ ദൈവത്തിൽ നാം ധൈര്യപ്പെട്ടാൽ, and also do for him the things that we need to do with confidence in God's power, ദൈവത്തിന്റെ ശക്തിയിലുള്ള ധൈര്യത്തോടെ കാര്യങ്ങളെ അഭിമുഖീകരിച്ചാൽ, it is a small thing to be standing before men and doing his work. മനുഷ്യരുടെ മുൻപാകെ നിൽക്കുക, അവന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് താരതമ്യേന ചെറിയൊരു കാര്യമാണ്. Why? എന്തുകൊണ്ട്? Because you're doing it with confidence in God's power that he will supernaturally enable you to do what he's called you to do. ദൈവം അലൗകികമായ വിധം നമ്മെ സഹായിക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് നാം ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള വസ്തുതയാണ് അതിന് പിന്നിലുള്ളത്. So we must always serve God with confidence in his power. അതുകൊണ്ട് ദൈവശക്തിയിലുള്ള അമിതമായ ബോധ്യത്തിൽ, ആത്മധൈര്യത്തിൽ നാം പ്രവർത്തനങ്ങൾ വ്യാപൃതരാവണം. So in verses 1 and 2, ഒന്നും രണ്ടും വാക്യങ്ങൾ നാം നോക്കുമ്പോൾ that is the first thing that we see. നാം കാണുന്ന ഒന്നാമത്തെ കാര്യം അത് തന്നെയാണ്. That is, a genuine servant of the Lord has immense confidence in God's power. ദൈവത്തിന്റെ ശക്തിയിൽ ഒരു ദൈവദാസന് അമിതമായ അസാധാരണമായ ആദരവുണ്ട്, ബഹുമാനമുണ്ട് എന്നുള്ളതാണ്. So how do you serve the Lord in light of his return? അവന്റെ കർത്താവിന്റെ പുനരാഗമനത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് എങ്ങനെയാണ് അവനെ സേവിക്കാൻ കഴിയുക? Number 1, a genuine servant of the Lord has immense confidence in God's power. ഒന്നാമത് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു യഥാർത്ഥമായ ശിഷ്യന് കർത്താവിന്റെ പുനരാഗമനത്തിന്റെ പശ്ചാത്തലത്തിൽ അവനെ സേവിക്കുമ്പോൾ ദൈവകൃപയിൽ അമിതമായി ആശ്രയിക്കുക, അവന്റെ ശക്തിയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. This is the second thing, രണ്ടാമത്തെ കാര്യം, and that is in verses 3 and 4.
മൂന്നും നാലും വാക്യങ്ങളാണ് ആ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. And these two verses give us a second mark of a genuine servant. ഒരു യഥാർത്ഥ ദൈവദാസന്റെ രണ്ടാമത്തെ ഒരു ഗുണമാണ് ഈ വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. And these verses say ഈ വാക്യങ്ങൾ എന്താണ് പറയുന്നത്? that a genuine servant of the Lord has a right message and pure motives. ഒരു ശരിയായ സന്ദേശം ഇങ്ങനെയുള്ള വ്യക്തിക്ക് ഉണ്ടായിരിക്കും, മാത്രമല്ല ശുദ്ധമായ ലക്ഷ്യവും ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. A genuine servant of the Lord has right message and pure motives. ഒരു യഥാർത്ഥ ദൈവദാസന് ശരിയായ സന്ദേശം ഉണ്ടായിരിക്കും, ശുദ്ധമായ ലക്ഷ്യവും ഉണ്ടായിരിക്കും. A true servant of the Lord is committed always to God's truth. ദൈവ സത്യത്തിൽ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവനായിരിക്കും ഒരു ദൈവദാസൻ. And he always has the right intentions in doing what he is called to do. താൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച്, താൻ എന്ത് കാര്യങ്ങൾ ചെയ്യണമെന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു, ആ കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അതിൽ ശുദ്ധമായ ലക്ഷ്യവും എനിക്കുണ്ടായിരിക്കും. That's what we see in the life of the Apostle Paul here. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ നമുക്ക് അതാണ് കാണാൻ കഴിയുന്നത്. Paul preached with the right motives and an honest approach. ശരിയായ ലക്ഷ്യത്തോടെ, ശരിയായ സമീപനത്തോടെ ഓരോ കാര്യങ്ങളെയും താൻ നേരിടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. And he says three things about it. ഇവിടെ മൂന്ന് കാര്യങ്ങളാണ് താൻ സൂചിപ്പിക്കുന്നത്. Let's look at them from these verses. ഈ വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. Number one, ഒന്നാമത്തെ കാര്യം, Paul's content was true. പൗലോസ് പറയുന്ന തന്റെ Content here. തന്റെ ഉള്ളടക്കം വളരെ ശുദ്ധമായിരുന്നു എന്നുള്ളതാണ്. Look at the first part of verse 3. മൂന്നാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, For our appeal does not spring from error. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടോ വന്നതല്ല. Notice the word appeal here. ഇവിടെ തന്റെ പ്രബോധനം എന്ന പദം ശ്രദ്ധിക്കുക. What does that describe? എന്താണ് അർത്ഥമാക്കുന്നത്? It describes the manner in which he preached the word. താൻ ഏത് രീതിയിലാണ്, ഏത് ശൈലിയിലാണ് ദൈവവചനം പ്രസംഗിച്ചത് എന്നുള്ളതാണ്. Paul is saying, as I preached, I actually appealed to people. ഞാൻ പ്രബോധിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ജനങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എന്നുള്ള അർത്ഥമാണ് താൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. What was the appeal about? എന്തിനെ കുറിച്ചാണ് താൻ ഇവിടെ പ്രബോധിപ്പിക്കുന്നത്? They were appealing them to turn away from sin and turn to God. പാപത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ള ആ പ്രബോധനമാണ് പൗലോസ് നൽകുന്നത്. So Paul calls his preaching an appeal. തന്റെ പ്രസംഗത്തെ ഒരു പ്രബോധനമായി, ഒരു അപേക്ഷയായിട്ടാണ് താൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. He was making an appeal to people to turn to God. ദൈവത്തിലേക്ക് തിരിയുവാനുള്ള ഒരു അപേക്ഷ ഇവിടെ പൗലോസ് നിർവഹിക്കുകയാണ്. But he qualifies that by saying, our appeal does not spring from error. ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നുള്ളതല്ല എന്ന്, അബദ്ധവശാൽ വരുന്നതല്ല എന്ന് താൻ സൂചിപ്പിക്കുകയാണ്. The word error in the original is an interesting one. മൂലഭാഷയിൽ അത് വളരെ കൗതുകരമായ ഒരു പദമാണ്. It means to wander away, to roam away from truth. സത്യത്തിൽ നിന്നും അകന്നു പോകുന്ന ഒന്ന് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. So in other words, error is wandering away from truth. അബദ്ധം എന്ന പദപ്രയോഗത്തിന്റെ അർത്ഥം സത്യത്തിൽ നിന്നും അകന്നു പോകുന്ന ഒന്ന് എന്നുള്ളതാണ്. It is wandering or roaming without any standard. പ്രത്യേക നിലവാരം ഒന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒന്ന് എന്നുള്ള അർത്ഥത്തിലാണ്. So Paul says, no, our exhortation does not come from error. ഞങ്ങളുടെ പ്രബോധനം ഇങ്ങനെ അബദ്ധജടിലമായ ഒരു കാര്യമല്ല എന്ന് താൻ പൗലോസ് വ്യക്തമാക്കുന്നു. He was always committed to God's truth. തന്റെ ദൈവിക സത്യത്തിലേക്ക് മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒന്നാണ് താൻ പറയുന്നത്. He always preached the right doctrine. ശരിയായ ഉപദേശം മാത്രമാണ് താൻ പറയുന്നത്. He was not deceived himself. തന്നെ തന്നെ വഞ്ചിച്ചില്ല. And he was never a deceiver. താൻ സ്വയം വഞ്ചിക്കുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. There was no false teaching in Paul. പൗലോസിൽ ദുരുപദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. Whenever he opened his mouth, he only preached the accurate word of God. എപ്പോഴൊക്കെ താൻ തന്റെ വായ തുറന്നിട്ടുണ്ടോ അപ്പോഴേക്കും ദൈവത്തിന്റെ പൂർണ്ണ സത്യമുള്ള വചനം മാത്രമാണ് താൻ പ്രഘോഷിച്ചത്. In other words, Paul was a guardian of the truth that has been entrusted to him. തന്നെ പരമേൽപ്പിച്ചിരിക്കുന്ന സത്യത്തിന്റെ സംരക്ഷകനായിട്ടാണ് പൗലോസിനെ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത്. Brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, I want to remind all of us this morning, as I remind myself too. ഞാൻ എന്നെ തന്നെ ഓർപ്പിക്കുന്നത് പോലെ നിങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെയും ഇന്ന് രാവിലെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, We are all guardians of the truth that has been entrusted to us. ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സത്യത്തിന്റെ കാവലാളുകളാണ് നാം ഓരോരുത്തരും എന്ന് മറക്കരുത്. There is a body of truth, a body of knowledge that has been given to us. നമുക്ക് നൽകപ്പെട്ട ആ പരിജ്ഞാനത്തിന്റെ ഒരു ശേഖരമുണ്ട്. It is our responsibility to keep it pure and also hand it over to the next generation. അത് സത്യസന്ധതയോടെ കാത്തു സൂക്ഷിക്കുകയും അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യേണ്ട ദൗത്യം നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുണ്ടെന്ന് മറക്കരുത്. That is our responsibility. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. And Paul's content was true. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ വളരെ സത്യസന്ധമായിരുന്നു. Secondly, രണ്ടാമത്, Paul's motives were pure. തന്റെ ലക്ഷ്യം സംശുദ്ധമായിരുന്നു എന്നുള്ളതാണ്. Look at the second part of verse 3. മൂന്നാം വാക്യത്തിന്റെ അവസാന ഭാഗം നോക്കുക. Or impurity or any attempt to deceive. വ്യാജത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെയോ വന്നതല്ല. So Paul's appeal did not spring from impure motives as well. അശുദ്ധമായ എന്തെങ്കിലും ലക്ഷ്യം തനിക്ക് ഇതിന്റെ പിന്നിൽ, ഈ പ്രബോധനങ്ങൾ നൽകുന്നതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നില്ല. First of all, Paul says his preaching did not have any error.
തന്റെ വാക്കുകൾക്ക് യാതൊരു അബദ്ധവും പടഞ്ഞിട്ടില്ല എന്ന് ആദ്യം താൻ ഓർപ്പിക്കുന്നു. But secondly, he says there were no impure motives as well. രണ്ടാമത് അതിനോട് ചേർത്ത് താൻ പറയുകയാണ് അശുദ്ധമായ ലക്ഷ്യം എനിക്കുണ്ടായിരുന്നില്ല എന്ന്. In the original, the term literally means filth or refuse. അശുദ്ധമായ ശുദ്ധിയല്ലാത്ത കാര്യങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. It means filth or refuse. Yeah. So ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. So some people in the first century church, ഒന്നാം നൂറ്റാണ്ടിലെ ചില വിശ്വാസികൾ, they had corrupt reasons to want to be teachers inside the church. അവര് സഭയിൽ അധ്യാപകരാകാൻ ആഗ്രഹിച്ചു. പക്ഷേ അതിന് അവർക്ക് മറ്റു ചില ലക്ഷ്യങ്ങൾ, താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. And Paul was being accused of being one such. അങ്ങനെയുള്ള ഒരുവനാണ് പൗലോസ് എന്നൊരു ദുരാരോപണം തനിക്കെതിരെ ഉണ്ടായി. But Paul is clarifying here എന്നാൽ പൗലോസ് ഇവിടെ വ്യക്തമാക്കുകയാണ് that his ministry was not motivated with a desire to lead people astray. ദൈവജനത്തെ സത്യത്തിൽ നിന്നും അകറ്റി നിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അല്ല താൻ വചനം പ്രഘോഷിച്ചത്, പ്രബോധിപ്പിച്ചത്. Nor was it done to deceive anybody. ആരെയും വഞ്ചിക്കുക എന്ന ലക്ഷ്യം തനിക്കുണ്ടായിരുന്നില്ല. But what motivated Paul's ministry? എന്താ, ഏത് കാര്യമാണ് പൗലോസിന്റെ ശുശ്രൂഷയെ പ്രേരിപ്പിച്ച് മുന്നോട്ട് നയിച്ചത്? It brings us to the third point. അതാണ് മൂന്നാമത്തെ കാര്യം. Paul sought to please God. താൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. Look at verse 4. നാലാം വാക്യം നോക്കുക. But just as we've been approved by God to be entrusted with the gospel, so we speak, not to please man, but to please God who tests our hearts. ഞങ്ങളെ സുവിശേഷം പരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല, ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. Now, why did Paul have a bold and effective witness? എന്തുകൊണ്ടാണ് പൗലോസിന് ധൈര്യപൂർവ്വം സാക്ഷ്യപ്പെടുത്തുവാൻ കഴിയുന്നത്? Because he sought to please God. താൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തുനിഞ്ഞു എന്നാണ് കാരണം. He sought to please God. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തി. And notice the verse here. ഇവിടുത്തെ ഈ വാക്യം പ്രത്യേകമായി ശ്രദ്ധിക്കുക. Verse 4, but just as we've been approved by God to be entrusted with the gospel. ഞങ്ങളെ സുവിശേഷം ഭരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ. Again, Paul is using a particular word in the original. മൂലഭാഷയിൽ വളരെ പ്രത്യേകമായ ഒരു പദപ്രയോഗം പൗലോസ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. There is a verb for the word approved that he uses. ഞങ്ങൾ തെളിഞ്ഞതുപോലെ എന്നുള്ളതിന് ഒരു മൂല പരിഭാഷയിൽ ഒരു പദപ്രയോഗമുണ്ട്. It means to first test something, ഒരു കാര്യം ഒന്ന് പരിശോധിക്കുക, and then to approve it as a result of the test. ആ പരിശോധന അടിസ്ഥാനത്തിൽ ആ വസ്തുവിനെ സ്വീകരിക്കുക, അംഗീകരിക്കുക എന്നുള്ളതാണ്. So you test something first, അതിനെ ഒന്നാമതായിട്ട് അതിനെ പരിശോധിക്കുക, കൊള്ളാവുന്നതാണോ പരിശോധിക്കുക. and because it has passed the test, you approve it. ആ പരീക്ഷ ജയിച്ചു എന്നുള്ള കാരണത്താൽ അതിനെ സ്വീകരിക്കുക, അംഗീകരിക്കുക. And here the tense continues the meaning of an approval that is always continuing. ഇവിടെ ഉപയോഗിക്കുന്ന ആ പദപ്രയോഗത്തിൽ തുടർമാനമായി അത് ആ നിലയിൽ പരീക്ഷിച്ച് നല്ലതെന്ന് കണ്ടെത്തി എന്നുള്ള ആശയമാണുള്ളത്. Paul says we always have been given the approval by God. ദൈവത്താൽ ഞങ്ങൾക്ക് എപ്പോഴും ആ അംഗീകാരമുണ്ട്, ഞങ്ങൾ തെളിഞ്ഞവരായി ദൈവസന്നിധിയിലായിരിക്കുന്നു എന്ന് പൗലോസ് പറയുകയാണ്. In other words, God tested us. വേറെ നിലയിൽ പറഞ്ഞാൽ ദൈവം ഞങ്ങളെ പരീക്ഷിച്ചു. We passed the test. ആ പരിശോധന ഞങ്ങൾ അതിജീവിച്ചു. And so he's put a constant approval on us, is what Paul says. അതുകൊണ്ട് ഞങ്ങളുടെ നേൽ നിരന്തരമായി ഉള്ള ഒരു അംഗീകാരത്തിന് മുദ്ര ദൈവം ചാർത്തി എന്നാണ് താൻ പറയുന്നത്. And then God has entrusted something to him, the service. തന്നെ സേവിക്കുവാൻ വേണ്ടി ചില കാര്യങ്ങൾ പൗലോസിന്റെ കൈകളിൽ ദൈവം ഭരമേൽപ്പിച്ചു. So it is out of this situation, Paul says, I'm continuing in my ministry. അത് ആ പശ്ചാത്തലത്തിലാണ് പൗലോസ് പറയുന്നത്, ഞാനിതാ എന്റെ ശുശ്രൂഷയിൽ തുടരുകയാണ് എന്ന്. And notice what Paul says here. ഇവിടെ എന്താണ് പൗലോസ് അർത്ഥമാക്കുന്നത്? He is emphatic that the message originated with God. ദൈവത്തിൽ നിന്നുമാണ് ഈ സന്ദേശം ഉണ്ടായത്, അതാണ് ദൈവമാണ് എന്റെ ഉത്പദിച്ചു എന്ന് പറയുകയാണ്. It is God who has entrusted the gospel to us. ദൈവമാണ് ഞങ്ങളെ ഈ സന്ദേശം ഭരമേൽപ്പിച്ചത്. It is not something that I thought of. ഞാൻ ചിന്തിച്ച് ഉളവാക്കിയ ഒരു കാര്യമല്ല. It is not something that I thought up to please men. മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഞാൻ രൂപീകരിച്ച ചില ചിന്തകളല്ല ഇവിടെ ഉള്ളത്. The point that Paul is making is, although I serve men, I serve them to please God. ഞാൻ മനുഷ്യരെയാണ് സേവിക്കുന്നത് ശരിയാണ്, പക്ഷേ ഞാൻ മനുഷ്യർ ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി അവരെ യോഗ്യരാക്കി തീർക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ദൈവത്തെയാണ് സേവിക്കുന്നത് എന്നാണ് താൻ പറയുന്നത്. I serve to please God. ഞാൻ അവരെ സേവിക്കുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ദൈവത്തെയാണ് പ്രസാദിപ്പിക്കുന്നത്. So Paul's service was primarily the service of God, and he delighted to refer to himself always as a slave of the Lord Jesus Christ. അതുകൊണ്ട് താൻ പറയുന്നത്, ഞാൻ എല്ലായ്പ്പോഴും ദൈവത്തിന്റെ ഒരു ദാസനായി, ഒരു അടിമയായി ആ നിലയിൽ ഞാൻ ദൈവത്തെ സേവിക്കുന്നു എന്നുള്ളതാണ്. Now Paul is talking about an accountability aspect here. ഇവിടെ താൻ ഒരു അക്കൗണ്ടബിലിറ്റിയുടെ ഒരു ഘടകം കൂടെ താൻ സൂചിപ്പിക്കുകയാണ്. Look at the last part of verse 4. നാലാം വാക്യത്തിന്റെ അവസാന ഭാഗം, God who tests our hearts. ഞങ്ങളുടെ ഹൃദയത്തെ സംശോധന ചെയ്ത ദൈവം. Paul is reminding us പൗലോസ് നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, all of our motives,
നമ്മുടെ ലക്ഷ്യങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും and all of our thoughts നമ്മുടെ എല്ലാ ചിന്തകളും are always open to God. ദൈവത്തിന് മുൻപിൽ തുറന്നിരിക്കുന്നതാണ്. And his preaching is done in full awareness that God tests his heart. എന്റെ ഹൃദയത്തെ ദൈവം പരിശോധിക്കുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് പൗലോസ് ഓരോ ശുശ്രൂഷയിലും ഏർപ്പെടുന്നത്. So Paul sought to please God. പൗലോസിന്റെ ശ്രമം ഓരോ ഘട്ടത്തിലും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. In application, brothers and sisters, പ്രിയ സഹോദരന്മാരെ, ഈ ഘട്ടത്തിൽ നമുക്ക് ഓർക്കുവാൻ കഴിയുന്ന ഒരു കാര്യം, we need to have the highest standards of truth and integrity in our ministries. നമ്മുടെ ശുശ്രൂഷയിൽ ഏറ്റവും വലിയ സത്യം ഉണ്ടായിരിക്കണം, ഏറ്റവും വലിയ ധർമ്മനീതി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. We need to have the highest standards of truth and integrity in our ministries. നമ്മുടെ ശുശ്രൂഷകളിൽ ഏറ്റവും വലിയ സത്യവും ധർമ്മനീതിയും ഉണ്ടായിരിക്കേണ്ട ആവശ്യകതയുണ്ട്. Now, it is okay to please people മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്നുള്ളതിൽ തെറ്റൊന്നുമില്ല, because we live with people. കാരണം നാം ജനങ്ങളുടെ കൂടെയാണല്ലോ പാർക്കുന്നത്. But sometimes pleasing people takes such a bad turn that you get into sin. എന്നാൽ ജനങ്ങളെ പ്രസാദിപ്പിക്കാനുള്ള വ്യഗ്രതയുടെ ഇടയിൽ പലപ്പോഴും നാം പാപത്തിൽ വഴുതി വീഴാൻ സാധ്യതയുണ്ട്. It sometimes gets into worldly ways. ലോകപ്രകാരമുള്ള രീതിയിൽ നാം ചിലപ്പോൾ പല കാര്യങ്ങൾ വ്യാപൃതരാവേണ്ടതുണ്ട്. But Paul says, although I serve men, I serve them to please God. ഞാൻ മനുഷ്യരെ സേവിക്കുന്നവരാണെങ്കിലും അവർ ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി അവരുടെ മുന്നിൽ സംസാരിക്കുന്നവനാണ്. That should be our standard as well. അതായിരിക്കണം നമ്മുടെ നിലവാരം. We must always serve people to please God. നാം ഓരോരുത്തരും ദൈവത്തെ സേവിക്കുന്നതിന്റെ ലക്ഷ്യം അതായിരിക്കണം. And the source of our service നമ്മുടെ ആ സേവനത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് should be a heart that is confident before God, because God himself knows our heart and our motives. നമ്മുടെ ഹൃദയം ദൈവത്തിനറിയാം, നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ദൈവത്തിനറിയാം. അതുകൊണ്ട് അത് തന്നെയായിരിക്കണം നമ്മുടെ ചേതോവികാരവും. You know, brothers and sisters, പ്രിയ സഹോദരന്മാരെ, this needs to be emphasized in every generation. ഓരോ തലമുറയിലും ആവർത്തിച്ച് നാം പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണിത്. We need to emphasize this in every assembly as well, എല്ലാ സഭകളിലും നാം ഇത് പഠിപ്പിക്കേണ്ട ഒരു വസ്തുതയാണ്. because we need integrity and faithfulness in all of our ministries. നമ്മുടെ ശുശ്രൂഷയുടെ എല്ലാ മുഖത്തും നമുക്ക് സത്യസന്ധത വേണം, ധർമ്മനീതി ഉണ്ടായിരിക്കണം. Especially as preachers and teachers of God's word, ദൈവവചനത്തിന് അതിന്റെ അഭ്യസനം നൽകുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ we must always put priority to scripture. നാം തിരുവചനത്തിന് എപ്പോഴും മുൻഗണന കൊടുക്കുന്നവർ, ഒന്നാം സ്ഥാനം നൽകുന്നവരായിരിക്കണം. We must always put priority for those doctrines that the scripture highlights. ദൈവവചനത്തിലെ ഉപദേശങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്നവരായിരിക്കണം നാം എല്ലാ ഘട്ടങ്ങളിലും. And God delights in us when we are loyal to him. ദൈവസന്നിധിയിൽ നാം ആ നിലയിൽ വിശ്വസ്തരായിരിക്കുമ്പോൾ ദൈവം അതിനെ ആദരിക്കും. So we should always ask ourselves this question: അതുകൊണ്ട് നാം എപ്പോഴും നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യം, is what I'm doing right now pleases God? ഞാനിപ്പോൾ ചെയ്യുന്ന ഈ കാര്യം ദൈവത്തിന് പ്രസാദകരമാണോ? Does it please God? ഇത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണോ? The only motive should be a heartfelt desire to please God. ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ഏക ലക്ഷ്യം മാത്രമായിരിക്കണം എനിക്കുണ്ടാകേണ്ടത്. So may we be people. ഒരുപക്ഷെ നമ്മൾ No, we should be people who always honor God both with our lips and with our hearts. നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ അധരം കൊണ്ടും നമ്മുടെ ഹൃദയം കൊണ്ടും ഒരുപോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി നാം തീരുമാനിക്കുകയാണ്. So we need to have the highest standards of truth and integrity in our ministries. സത്യത്തിന്റെ ധർമ്മനീതിയുടെ ഏറ്റവും ഉന്നതമായ ഉദാത്തമായ ഒരു ഭാവം നമ്മുടെ പ്രവർത്തനങ്ങളിൽ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. So we've been looking at serving in light of the Lord's imminent return. കർത്താവിന്റെ ആസന്നമായ പുനരാഗമനത്തിന്റെ പശ്ചാത്തലത്തിൽ നാം ജീവിക്കുമ്പോൾ, അവനെ സേവിക്കുമ്പോൾ, In the first 4 verses, we looked at 2 points. ആദ്യത്തെ 4 വാക്യങ്ങളിൽ നമുക്ക് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണുവാൻ കഴിയും. Number 1, ഒന്നാമത്തെ കാര്യം, a genuine servant of the Lord has immense confidence in God's power. ദൈവത്തിന്റെ ശക്തിയിൽ അപാരമായ ബോധ്യം ആ വ്യക്തിക്ക്, ആ ദൈവദാസൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. Number 2, രണ്ടാമത്തെ കാര്യം, a genuine servant of the Lord has a right message and pure motives. ഒരു യഥാർത്ഥ ദൈവദാസന് ലക്ഷ്യങ്ങൾ സംശുദ്ധമായിരിക്കണം, അവന്റെ വാക്കുകൾ, അവന്റെ ഉള്ളടക്കം അത് ശരിയായതായിരിക്കണം. Then there's a third thing in verses 5 through 8. 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് മൂന്നാമതൊരു കാര്യം കൂടെ കാണാൻ കഴിയും. And they say, അവിടെ പറയുന്നത്, a genuine servant of the Lord has sincere methods. ഒരു വിശ്വസ്തദാസന് ആത്മാർത്ഥമായ ചില പ്രവർത്തന രീതികൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. He has sincere methods. ആത്മാർത്ഥമായ ചില പ്രവർത്തന രീതികൾ ഉണ്ടായിരിക്കണം. So you and I must ensure നാം ഉറപ്പാക്കേണ്ട ഒരു കാര്യം, that our approach we take in our ministries is always sincere and truthful. സത്യസന്ധമായിരിക്കണം നമ്മുടെ പ്രവർത്തന രീതികൾ, അതുപോലെ ആത്മാർത്ഥമായിരിക്കണം നമ്മുടെ പ്രവർത്തന രീതികൾ എന്നുള്ളതാണ്. And that's what we see in the life of the Apostle Paul here. അതാണ് ഈ വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. Paul dealt with the Thessalonians with honesty and utmost care. ഈ തെസ്സലോനിക്കരുമായിട്ടുള്ള ഇടപാടുകളിൽ പൗലോസ് വളരെ ആത്മാർത്ഥത പുലർത്തി,
വളരെ സത്യസന്ധത പുലർത്തി എന്ന് നമുക്ക് കാണാൻ കഴിയും. with honesty and utmost care. വളരെ സത്യസന്ധതയോടെ, അങ്ങേ അറ്റത്തെ വിശ്വസ്തയോടെ, വളരെ കരുതലോടെ താൻ പെരുമാറി. And he lists 5 things about it. താൻ 5 കാര്യം അതിനുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. And these are great lessons for us. നമുക്ക് നമ്മെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ട ഒരു പാഠം തന്നെയാണത്. Number 1, ഒന്നാമത്തെ കാര്യം, Paul never used flattery. മുഖസ്തുതി ഒരിക്കലും പറയുന്നതായിട്ട് നാം കാണുന്നില്ല പൗലോസ്. Look at the first part of verse 5. 5-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം നോക്കുക. For we never came with words of flattery, as you know. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ പ്രയോഗിച്ചിട്ടില്ല. What is flattery? എന്താണ് മുഖസ്തുതി എന്ന് പറയുമ്പോൾ അതിന് അർത്ഥമാക്കുന്നത്? Flattery is telling the other person precisely what he wants to hear about himself. തന്നെക്കുറിച്ച് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി അവരോട് പറയുന്ന, അവരുടെ ആരോപിക്കുന്ന രീതിയാണ് മുഖസ്തുതി എന്ന് പറയുന്നത്. But you know what? എന്നാൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? It is a form of exploitation. അത് ഒരു നിലയിൽ പറഞ്ഞാൽ ചൂഷണമാണ്. Flattery is generally based on the human character that people love to hear good things about themselves. തങ്ങളെക്കുറിച്ച് തന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളാണ് മറ്റുള്ളവരുടെ പേരിൽ ആരോപിച്ച് അവർ മുഖസ്തുതിയായിട്ട് മറ്റുള്ളവരോട് പറയുന്നത്. Now we all love to hear good things about ourselves. നമ്മളെക്കുറിച്ച് തന്നെ മറ്റുള്ളവർ നല്ല കാര്യം പറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. But here's a clarification I want to give. എന്നാൽ ഒരു വിശദീകരണം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, If a brother here or a sister here comes and sings well, ഇവിടെ ഒരു സഹോദരിയോ വന്ന് നല്ല രീതിയിൽ ഒരു പാട്ട് പാടിയാൽ, and I go to them ഞാൻ അവരുടെ അടുത്തേക്ക് പോകും at the end of the meeting and say, praise God, you sang well. ദൈവത്തിന്റെ സ്തോത്രം, നിങ്ങൾ നന്നായിട്ട് പാടി എന്ന് ഞാൻ അവരോട് പറയും. And I do this solely with the desire to encourage them. അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഏക ലക്ഷ്യമായിരിക്കണം എനിക്കുണ്ടായിരിക്കേണ്ടത്. The sole intent there is to encourage them. അവരെ മുൻപോട്ട് നയിക്കുക, അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. When you do that with that intent to encourage somebody, it's not flattery. ആ ലക്ഷ്യത്തോടെ നാം എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്താൽ അത് മുഖസ്തുതി ആവുകയില്ല. That is encouragement. അത് പ്രോത്സാഹനമാണ്. But if you go to somebody എന്നാൽ മറ്റു ചില വ്യക്തികളുടെ അടുത്തേക്ക് നാം പോകുന്നു എന്ന് കരുതുക, and say something good about them, അവരെക്കുറിച്ച് ചില നല്ല കാര്യങ്ങൾ പറയുന്നു, with the intent that it will come to your benefit someday, ഏതെങ്കിലും നിലയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അത് പ്രയോജനകരമായി തീരണം, തിരിച്ച് അവർ നമ്മളോട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയണം എന്നുള്ള ലക്ഷ്യമാണ് നമുക്കുള്ളതെങ്കിൽ, that is flattery. അത് മുഖസ്തുതിയായി മാറും. And that is what Paul is saying here. അതാണ് ഇവിടെ പൗലോസ് അർത്ഥമാക്കുന്നത്. Paul is saying, I never came with words of flattery, as you know. നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതി പറഞ്ഞിട്ടില്ല എന്ന് താൻ പറയുകയാണ്. In ministry, we are not standing up here to tell people what they want to hear. ശുശ്രൂഷ ചെയ്യുന്ന ഘട്ടത്തിൽ നാം ശുശ്രൂഷയുടെ മുഖത്ത് നിൽക്കുമ്പോൾ ഒരിക്കലും മുഖസ്തുതി പറയുവാൻ പാടില്ല. Because that's flattery, that's not the word of God. അത് ദൈവത്തിന്റെ അധരത്തിൽ നിന്നുണ്ടാകുന്ന ഒരു വാക്കല്ല. That is flattery, it is not the word of God we are preaching. മുഖസ്തുതി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പദത്തിൽ ഉള്ള പദസഞ്ചയത്തിലുള്ള But കാര്യമല്ല. every time we stand up here, we are called to speak the truth, the word of God. നാം ഓരോ അവസരങ്ങളിൽ ഇവിടെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനമാണ് ഇവിടെ നിന്നും പങ്കുവെക്കേണ്ടത്. And Paul says he never used flattery. പൗലോസ് വളരെ അസന്നിഗ്ധമായിട്ട് പറയുകയാണ്, ഞാൻ ഒരിക്കലും മുഖസ്തുതി ഉപയോഗിച്ചിട്ടില്ല എന്ന്. Secondly, രണ്ടാമത്, Paul didn't desire to get rich from his preaching. തന്റെ പ്രസംഗത്തിൽ കൂടെ പണസമ്പാദനം എന്നുള്ളത് എനിക്ക് ലക്ഷ്യമുണ്ടായിരുന്നില്ല. Look at verse 5, second part of it. 5-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് നാം അത് കാണുന്നുണ്ട്. Nor with a pretext for greed, God is witness. ദ്രവ്യാഗ്രഹത്തിന്റെ ഉപായമോ ഞങ്ങൾ പ്രയോഗിച്ചിട്ടില്ല. The word pretext means, എന്താണ് അതിന്റെ അർത്ഥം? the word pretext means not with a pretext for greed. It says. ഉപായം എന്നുള്ളത് കൊണ്ട് എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? So the pretext means to cover the real intent. യഥാർത്ഥമായ ലക്ഷ്യം മറച്ചു പിടിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. So Paul is saying, എന്താണ് പൗലോസ് പറയുന്നത്? I didn't come putting a cover over my greed. എന്റെ പണം നേടുവാൻ വേണ്ടിയുള്ള ദുരാഗ്രഹത്തിന്റെ മീതെ ഞാൻ ഒരു മറവ് കാണിക്കുന്നില്ല. I did not put a spiritual cover over my greed. ആത്മീയമായ എന്തെങ്കിലും ഒരു മൂടുപടം ഇട്ടുകൊണ്ടല്ല ഈ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. In other words, Paul is saying, I'm not in ministry for money. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഞാൻ ഇവിടെ ഈ ശുശ്രൂഷ ചെയ്യുന്ന പണത്തിന് വേണ്ടി അല്ല. I'm not in ministry for money. ഞാൻ ശുശ്രൂഷിക്കുന്നതിന്റെ ലക്ഷ്യം പണം സമ്പാദിക്കുക എന്നുള്ളതല്ല. He says, if I wanted money, I would have done something else. പണം വേണമെങ്കിൽ ഞാൻ മറ്റു പല കാര്യങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് താൻ അർത്ഥമാക്കുകയാണ്. But I am not in ministry for money is what Paul is saying. എന്നാൽ പൗലോസ് പറയുന്നു, ഞാൻ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ലക്ഷ്യം ദ്രവ്യ ആഗ്രഹത്തിന്റെ ഉപായത്തിലല്ല. There was a survey taken in the US. ഈ അമേരിക്കയിലെ ഒരു സർവേ ഇങ്ങനെ എടുത്തപ്പോൾ about the complaints that unbelievers had about ministers. അവിശ്വാസികൾക്ക് ശുശ്രൂഷകന്മാരെ കുറിച്ചുള്ള പരാതികളുടെ ഒരു പട്ടിക അവർ പഠിച്ചു. And the number one complaint that the unbelievers gave was അവിശ്വാസികളായ ആളുകൾ കൊടുത്ത ഒന്നാമത്തെ പരാതി that ministry is about money.
ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് എപ്പോഴും പണം ചോദിക്കുന്നതായി തീരുന്നു എന്നുള്ളതാണ്. Of course, they're talking from a different American context. അമേരിക്കയിലെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. But my point is that's nothing new because they made the same complaint about the Apostle Paul 2000 years ago. അതൊരു പുതിയ കാര്യമല്ല, കാരണം 2000 വർഷം മുമ്പ് ഇതേ കാര്യം പൗലോസിന്റെ പേരിലും ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. But the answer is always the same that we give. എന്നാൽ നാം എല്ലായ്പ്പോഴും കൊടുക്കുന്ന ഉത്തരം ഒന്ന് തന്നെയാണ്. Paul says, look at the way we live. ഞങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത് നിങ്ങൾ നോക്കുക. Look at the way our missionaries live. ഞങ്ങൾ മിഷണറിമാർ ജീവിക്കുന്നത് എങ്ങനെയാണ് നോക്കുക. Watch the lifestyle of our missionaries. അവരുടെ ജീവിത രീതി, ജീവിതശൈലി നിങ്ങൾ നോക്കുക. They could have got more money doing something else. തീർച്ചയായിട്ടും മറ്റു ചില കാര്യങ്ങൾ ചെയ്ത് പണം സമ്പാദിക്കാൻ അവർ കഴിയുമായിരുന്നു. And yet they go to the ends of the earth, learn new languages and serve the Lord in difficult places. എന്നിട്ട് അവർ ലോകത്തിന്റെ അഗ്രത്തോളം പോയി പുതിയ ഭാഷകൾ പഠിച്ച് വളരെ വൈഷമ്യകരമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് അവിടെയൊക്കെ സുവിശേഷം പറയുകയാണ്. And they gladly do it without complaint. യാതൊരു പരാതിയും കൂടാതെ സന്തോഷത്തോടെ അവർ അത് ചെയ്യുകയാണ്. And Paul says Paul didn't desire to get rich from his preaching. തന്റെ പ്രഭാഷണത്തിൽ കൂടെ പണം സമ്പാദിക്കാൻ താൻ തുനിഞ്ഞില്ല, ആഗ്രഹിച്ചില്ല എന്ന് പൗലോസ് പറയുകയാണ്. Thirdly, മൂന്നാമത്, Paul never misused his authority. തന്റെ അധികാരം ഒരിക്കലും താൻ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. Look at verse 6. 6-ാം വാക്യം നോക്കുക. Nor did we seek glory from people, whether from you or from others, though we could have made more demands as apostles of Christ. ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എന്ന അവസ്ഥയ്ക്ക് ഘനത്തോടെ ഇരിപ്പാൻ കഴിവുണ്ടായിട്ടും ഞങ്ങൾ മനുഷ്യരോട്, നിങ്ങളോടാവട്ടെ മറ്റുള്ളവരോടാവട്ടെ മാനം അന്വേഷിച്ചില്ല. Paul is again calling on the Thessalonians to testify. വീണ്ടും തെസ്സലോനിക്കരോട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയല്ലേ എന്ന് നിങ്ങൾ പറയുക എന്ന് ഉദ്ബോധിപ്പിക്കുകയാണ് പൗലോസ്. That he did not demand any recognition due to an apostle. ഞാൻ ഒരു അപ്പോസ്തലനാണ് എന്നുള്ളത് കൊണ്ട് ആരെങ്കിലും എന്നെ കൂടുതലായിട്ട് ആദരിക്കണം, എന്നെ അംഗീകരിക്കണം എന്ന് പൗലോസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല. He did not look for esteem. താൻ തന്നെ സ്വയം ഉയർത്തി കാണിക്കുന്നതായിട്ട് കാണുന്നില്ല. He did not look for public honor. പരസ്യമായുള്ള ആദരവ് താൻ തേടുന്നില്ല. He didn't want self-praise or public praise. സ്വയം പുകഴ്ത്തുക അല്ലെങ്കിൽ ബാഹ്യലോകം തന്നെ പുകഴ്ത്തുന്ന കാര്യങ്ങളൊന്നും താൻ പ്രതീക്ഷിക്കുന്നില്ല. And Paul is saying that there is nothing wrong with authority, but there is everything wrong with the wrong usage of authority. അധികാരം ലഭിക്കുന്നു എന്നുള്ള അപ്പോസ്തലന്മാർ എന്ന അവസ്ഥ തനിക്ക് ഉണ്ടായിരുന്നു. അത് മോശമായ കാര്യമല്ല, പക്ഷേ അത് തെറ്റായ നിലയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് താൻ ഇവിടെ പറയുന്ന കാര്യം. Paul never misused his authority. തന്റെ അധികാരം ഒരിക്കലും താൻ ദുരുപയോഗം ചെയ്തില്ല. Fourthly, 4-ാമത്, Paul was gentle and unselfish. വളരെ മൃദുലതയോടെ, മാർദ്ദവത്തോടെ, സ്വാർത്ഥത കൂടാതെ താൻ പ്രവർത്തിക്കുകയാണ്. Verse 7. 7-ാം വാക്യം. But we were gentle among you, like a nursing mother taking care of her own children. ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. Now, one of the distinguishing characteristics of mothers is that they are gentle. അമ്മമാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ വളരെ സൗമ്യതയുള്ളവരാണ്, ആർദ്രതയുള്ളവരാണ്. Now, when we think about the Apostle Paul, അപ്പോസ്തലനായ പൗലോസിനെ ചിന്തിക്കുമ്പോൾ we usually think of several words to describe him in a certain way in our minds. നമ്മുടെ മനസ്സിൽ പല നിലയിലുള്ള ചിന്തകൾ അദ്ദേഹത്തെ കുറിച്ച് വരുന്നുണ്ട്. For example, strong, താൻ വളരെ ശക്തനായിരുന്നു, ബലവാനായിരുന്നു, determined. വളരെ നിർണയമുള്ളവനായിരുന്നു. He was a zealous man. വളരെ ആവേശമുള്ളവനായിരുന്നു. He was an impassioned man. വളരെ താല്പര്യത്തോടെ കാര്യങ്ങൾ വ്യാപകനാകുന്ന വ്യക്തിയായിരുന്നു. But Paul is giving a different mental picture for us here about himself. തന്നെ കുറിച്ച് തന്നെ എന്നാൽ വ്യത്യസ്തമായ ഒരു ചിത്രമാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. He was gentle. വളരെ സൗമ്യതയുള്ളവനായിരുന്നു, ആർദ്രതയുള്ളവനായിരുന്നു. We were gentle among you. നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ ആയിരുന്നപ്പോൾ വളരെ ആർദ്രതയുള്ളവനായിരുന്നു. You know, brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, gentleness is not a quality that is often respected today. ഇന്ന് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന, ആദരിക്കപ്പെടുന്ന ഒരു സ്വഭാവ സവിശേഷത അല്ല സൗമ്യത എന്നുള്ളത്. We usually tend to value tough and assertive leaders. വളരെ കഠിനതരമായി പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാരെയാണ് നാം അംഗീകരിക്കാറുള്ളത്. But Paul is saying, I was gentle when I came to you. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ വളരെ ആർദ്രതയുള്ളവനായിരുന്നു എന്ന് പൗലോസ് പറയുകയാണ്. I was gentle among you like a nursing mother. കുഞ്ഞുങ്ങളെ പോറ്റുന്ന ഒരു അമ്മയെ പോലെ ഞാനായിരുന്നു എന്ന് താൻ പറയുന്നു. You know, I want to give something, an illustration from my own life. എന്റെ സ്വന്തം ജീവിതാനുഭവത്തിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. I think when I was about 2 months old, 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞായിരിക്കുമ്പോൾ, ഞാനായിരിക്കുമ്പോൾ, my mother told me that I got jaundice. എനിക്ക് മഞ്ഞപ്പിത്തം പിടിപെട്ടു എന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു. And so, because I was breastfeeding, ഞാനന്ന് മുലപ്പാൽ കുടിക്കുന്ന സമയമാണ്. And when my mother went to the doctor, അമ്മ ഡോക്ടറെ അടുത്ത് പോയി. In those days, the doctor said that you should not have salt in your food for the next 3 months. അടുത്ത 3 മാസം നീ കഴിക്കുന്ന ആഹാരത്തിൽ ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. Because you're feeding your baby. കാരണം നീ നിന്റെ കുഞ്ഞിനെ പാൽ കൊടുക്കുകയാണല്ലോ. And my mom reminds me even now that she fed me
and she was eating food without salt for the next 3 months. അടുത്ത 3 മാസം കൊണ്ട് അമ്മ എന്ത് ചെയ്തു? ആഹാരം കഴിക്കുമ്പോൾ അതിൽ അല്പം പോലും ഉപ്പിന്റെ ലവണത്തിന്റെ ഒരു അംശം പോലും കഴിച്ചില്ല. Now that's the characteristic of any mother, isn't it? എല്ലാ അമ്മമാരും അങ്ങനെ ചെയ്യുന്നവരാണെന്ന് ഞാൻ കരുതുന്നു. Love and gentleness. സ്നേഹവും ആർദ്രതയും കൂടി കുഴഞ്ഞു പോവുകയാണ്. And when Paul describes his relationship with the Thessalonians, തെസ്സലോനിക്കരുമായിട്ടുള്ള തന്റെ ബന്ധത്തെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ the bond that he's describing is the bond between a nursing mother and a child. പൗലോസ് വിശദമാക്കുന്ന ആ ബന്ധം ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ്. So just as a mother nourishes the child with her own body, തന്റെ ശരീരം കൊണ്ട് ഒരു അമ്മ തന്റെ കുഞ്ഞിനെ പരിപോഷിപ്പിക്കുന്ന പോലെ so Paul is saying, as a spiritual parent, I nourish them gently. ആത്മീയനായ ഒരു പൈതൃകമുള്ള ഒരു പിതാവ് എന്നുള്ള നിലയിൽ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ പരിപോഷിപ്പിക്കുന്നു, പരിപാലിക്കുന്നു. I faithfully raise them up with gentleness. വളരെ വിശ്വസ്തയോടെ ആർദ്രതയോടെ അവരെ വളർത്തിക്കൊണ്ടുവരുന്നു. There was unselfishness in my ministry. എന്റെ പ്രവർത്തനങ്ങളിൽ സ്വാർത്ഥത ഒരിക്കൽ പോലും ഉണ്ടായിരുന്നില്ല. So Paul was gentle and unselfish. പൗലോസ് ആർദ്രതയുള്ളവനായിരുന്നു, നിസ്വാർത്ഥനായിരുന്നു. Fifthly, അഞ്ചാമത്, Paul was transparent with the Thessalonians. തെസ്സലോനിക്കരോടുള്ള ബന്ധത്തിൽ താൻ വളരെ സുതാര്യമായ ഒരു ജീവിതം നയിച്ച വ്യക്തിയാണ്. Look at verse 8. 8-ാം വാക്യം നോക്കുക. And so, being affectionately desirous of you, we were ready to share with you not only the gospel of God, but also our own selves, because you had become very dear to us. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ച് തരുവാൻ ഒരുക്കമായിരുന്നു. Paul did not merely come and preach to the Thessalonians. തെസ്സലോനിക്കരുടെ അടുത്ത് വന്ന് പ്രസംഗിച്ചേച്ച് മടങ്ങി പോകുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല കേവലം പൗലോസ്. Paul gave himself to the Thessalonians. തെസ്സലോനിക്കർക്ക് തന്നെ കൊടുക്കുവാൻ താൻ തയ്യാറായി. And why? എന്തുകൊണ്ട്? Because of love for them. അവരോടുള്ള സ്നേഹമാണ് അതിന്റെ കാരണം. And Paul is emphasizing here that it's out of love for them that he came and did everything that he did, not for personal gain. വ്യക്തിപരമായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, അവരോടുള്ള സ്നേഹം മൂലമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. Now this is a secret of Paul's success in ministry. പൗലോസിന്റെ ശുശ്രൂഷയിലെ വിജയത്തിന്റെ കാരണം ഇതാ. It is the continual selfless giving of himself നിരന്തരം നിസ്വാർത്ഥമായി തന്നെ അവർക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനോഭാവം. to the people that he served. ആരെ താൻ സേവിച്ചോ അവർക്ക് വേണ്ടി തന്നെ ഏർപ്പെടുത്തി കൊടുക്കുന്ന സ്നേഹം. And Paul says, you have become very dear to us. നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരായി തീർന്നിരിക്കുന്നു എന്ന് പൗലോസ് ഓർപ്പിക്കുകയാണ്. They were dearly loved by the apostle. അപ്പോസ്തലനായ പൗലോസിനാൽ വളരെ സ്നേഹിക്കപ്പെട്ടവരായിരുന്നു തെസ്സലോനിക്കയിലുള്ളവർ. F.F. Bruce, a brethren scholar, വളരെ പണ്ഡിതനായ F.F. ബ്രൂസ് ഒരിക്കൽ പറഞ്ഞു, he says this: അദ്ദേഹം പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്: a gospel messenger who stands detached from his audience has not yet been touched by the very gospel that he proclaims. ഒരു സുവിശേഷ പ്രസംഗകൻ അദ്ദേഹത്തിന്റെ ശ്രോതാക്കളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഈ സുവിശേഷത്തെ തൊട്ടിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് താൻ പറയുന്നത്. Has not yet been touched by the very gospel that he proclaims. താൻ പറയുന്ന സുവിശേഷം എന്തായിരുന്നാലും അത് തന്നെ ബാധിച്ചിട്ടേ ഇല്ല എന്നാണ് താൻ പറയുന്നത്. So you must never stand detached from your audience. അതുകൊണ്ട് നിങ്ങൾ ആരെ ശുശ്രൂഷിക്കുന്നോ അവരിൽ നിന്ന് അകന്നു മാറാൻ പാടില്ല. Paul says, we gave ourselves to you. ഞങ്ങളെ നിങ്ങൾക്ക് നൽകുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. Not only the gospel, but we gave ourselves to you. സുവിശേഷം മാത്രമല്ല, ഞങ്ങളെ തന്നെ നിങ്ങൾക്ക് നൽകുകയാണ്. You have become very dear to us. നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരായി തീരുകയാണ്. Paul was transparent with the Thessalonians. തെസ്സലോനിക്കരുടെ മുൻപിൽ വളരെ സുതാര്യതയോടെ ഉള്ള ഒരു ജീവിതമാണ് പൗലോസിന്റെ. In application, brothers and sisters, പ്രിയ സഹോദരന്മാരെ, നമുക്ക് ബോധ്യമാവുന്ന കാര്യം എന്താണ് ഇവിടെ നിന്നും? especially in leadership, നേതൃത്വത്തിലായിരിക്കുന്ന വ്യക്തികൾ we need to be gentle and caring in dealing with people. ആളുകളുമായിട്ട് നാം ഇടപഴകുമ്പോൾ വളരെ ആർദ്രതയോടെ കരുണയോടെ നാം അവരെ ഇടപെടണം. And this must be especially true in shepherding. പ്രത്യേകിച്ച് ഇടയ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഇത് വളരെ കൂടുതൽ പ്രാവർത്തികമാണ്. God calls us to be sacrificial and loving. നാം ത്യാഗപൂർണമായ ജീവിതം നയിക്കണം, സ്നേഹപൂർണമായ ജീവിതം നയിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. To not only constantly share the word of God with our congregations, but also ourselves with our congregation. നിരന്തരം നമ്മുടെ സമൂഹത്തോട് നാം ദൈവത്തിന്റെ വചനം പങ്കുവെക്കണമെന്ന് മാത്രമല്ല, നമ്മെ തന്നെ പങ്കുവെക്കുവാൻ നമുക്കിടയാകണം. He calls us to be gentle with those around us. നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ളവരോട് ആർദ്രതയോടെ പെരുമാറണമെന്ന് നാം ദൈവം ആഗ്രഹിക്കുന്നു. And he's calling us to lovingly give our own lives to others. സ്നേഹത്തോടെ നമ്മെ തന്നെ, നമ്മുടെ ജീവിതം തന്നെ പൂർണ്ണമായും അവർക്ക് കൊടുക്കണം എന്ന് ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. And this morning he is asking us to do it with gentleness even when it hurts. ഇന്ന് രാവിലെ വേദനയോടെ ആണെങ്കിൽ പോലും, വേദനിക്കുമ്പോഴും ആ സൗമ്യത നമ്മിൽ വെളിപ്പെടണം എന്ന് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. And you know what, brothers and sisters? എന്താണ് പ്രിയ സഹോദരന്മാരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? God will use that to build our assemblies. അങ്ങനെ വരുമ്പോൾ ദൈവം നമ്മുടെ സഭകളെ പണിയും. And here is an important principle. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാണം നമുക്ക് കാണുവാൻ കഴിയും. Instruction must spring from affection. നിർദ്ദേശങ്ങൾ എങ്ങനെയാണ് ഉരുത്തിരിഞ്ഞു വരേണ്ടത്? അത്
പ്രിയതയിൽ നിന്നും സ്നേഹത്തിൽ നിന്നുമാണ് രൂപം കൊള്ളേണ്ടത്. Instruction must spring from affection. സ്നേഹത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന നിർദ്ദേശങ്ങൾ. When people know that you love them, അവരെ സ്നേഹിക്കുന്നു, നിങ്ങൾ സ്നേഹിക്കുന്നവരാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ടാകുമ്പോൾ and then you instruct them, എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നാം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ that will have a world of a difference in the congregation. അത് വലിയ മാറ്റം അതുമൂലം ഉണ്ടാകും. That's what Paul is saying here. അതാണ് പൗലോസ് ഇവിടെ അർത്ഥമാക്കുന്നത്. He is saying, my teaching clearly comes from a deep love for the people that I'm preaching to. ഞാൻ ആരോട് പ്രസംഗിക്കുന്നു അവരോടുള്ള അമിതമായ അകൃത്രിമമായ സ്നേഹത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ അത് ചെയ്യുന്നത് എന്ന് പൗലോസ് പറയുകയാണ്. And that's the type of service the Lord is calling me to do and calling all of us to do in our assemblies. ആ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് നിങ്ങളെ ഓരോരുത്തരെയും അതേ കാര്യത്തിന് വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. There is power in that kind of a love. അത്തരം സ്നേഹത്തിൽ ഒരു ശക്തിയുണ്ട്. There is power in that kind of a love. അത്തരം സ്നേഹത്തിന് അതിൻ്റെതായിട്ടുള്ള ശക്തിയുണ്ട് എന്ന് So മനസ്സിലാക്കുക. we need to be gentle and caring in dealing with people. അതുകൊണ്ട് ആളുകളുമായിട്ട് നാം ഇടപെടുമ്പോൾ വളരെ ആർദ്രതയോടെ, കരുണയോടെ, സൗഹൃദത്തോടെ, സൗമ്യതയോടെ നാം ഇടപെടണം. So 3 things we've learned about how to serve in light of the Lord's imminent return. കർത്താവിന്റെ ആസന്നമായ പുനരാഗമനത്തിന്റെ വെളിച്ചത്തിൽ നാം പാർക്കുമ്പോൾ നാം ചെയ്യേണ്ട 3 കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുവാൻ കഴിഞ്ഞത്. Number 1, ഒന്നാമത്തെ കാര്യം, a genuine servant of the Lord has immense confidence in God's power. ദൈവശക്തിയിൽ അപാരമായ ബോധ്യം ഒരു യഥാർത്ഥ ദൈവദാസൻ ഉണ്ടായിരിക്കണം. Number 2, രണ്ടാമത്തെ കാര്യം, a genuine servant of the Lord has a right message and pure motives. ഒരു യഥാർത്ഥ ദൈവദാസന് തന്റെ ശരിയായ വാക്കുകൾ ഉണ്ടായിരിക്കണം, ശരിയായ സംശുദ്ധമായ ലക്ഷ്യം ഉണ്ടായിരിക്കണം. Number 3, മൂന്നാമത്തെ കാര്യം, a genuine servant of the Lord has sincere methods. ആ യഥാർത്ഥമായ ഒരു ദൈവദാസന് ആത്മാർത്ഥമായ പ്രവർത്തന രീതികൾ ഉണ്ടായിരിക്കണം. So may the Lord enable each one of us ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ to be genuine servants as we try to build our assemblies. നമ്മുടെ സഭയെ നാം പണിയാൻ ശ്രമിക്കുമ്പോൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായ ദൈവദാസന്മാരായി നാം തീരാൻ ഇടയാകട്ടെ. Thank you for your patience and may the Lord bless us all. ശ്രദ്ധയോടുകൂടി വചനം കേട്ടതിന് എല്ലാ പ്രിയപ്പെട്ടവരും നന്ദി ഞാൻ അറിയിക്കുന്നു.